പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിപ്പാൻ ദൈവം നമ്മളെ കൂട്ടിവരുത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവജനങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കുമുള്ള നന്ദിയെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം, അതിനുശേഷം അതിൻ്റെ കാര്യങ്ങളിലോട്ട് പോകാം. റോമാലേഖനം 7-ാം അധ്യായം 23-ാം വാക്യം അതിങ്ങനെ കാണുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ഈ റോമാലേഖനം 7-ാം അധ്യായം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ഒരു പ്രമാണം നമുക്ക് കാണുവാൻ കഴിയും. ആ പ്രമാണം നമ്മളെ ദൈവത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് മാറ്റുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുവാൻ സാധിക്കും. കാരണം 24-ാം വാക്യത്തിൽ അതിങ്ങനെ പറയുന്നു: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ പോകുന്നു. ഇത് ഒന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ കുറച്ചു മുമ്പ് പറയുന്ന അവയവങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു പാപത്തിന്റെ പ്രമാണമുണ്ട്. ആ പാപത്തിന്റെ പ്രമാണം നമ്മളെ ഉറപ്പായിട്ടും മരണയോഗ്യമാക്കുമെന്ന് തന്നെയാ പൗലോസ് പറയുന്നത്. അപ്പോ എന്നാൽ യേശുക്രിസ്തു മുഖേന ഒരു സൊല്യൂഷൻ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അപ്പൊ യേശുക്രിസ്തു മുഖേനയുള്ള സൊല്യൂഷൻ നമ്മൾ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കണം. ഇൻ അതർ വേർഡ്സ്, ഈ 8-ാം അധ്യായത്തിൽ പറയുന്ന ആ സ്റ്റാറ്റസിലോട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. 8-ാം അധ്യായത്തിൽ പറയുന്ന ആ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 12-ാം വാക്യം: ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിന് അല്ല കടക്കാരനാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. അപ്പോ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് നമുക്ക് യഥാർത്ഥമായി ഒരു വിടുതൽ വേണം എന്ന് വ്യക്തമായി ഇവിടെ എഴുതിയിരിക്കുന്നു. കാരണം ചിലരൊക്കെ ചിന്തിക്കുന്നത് പോലെ നമുക്ക് കുറച്ച് മാനുഷികമായ വീക്ക്നെസ് ഉണ്ട്. നമ്മൾ ജഡത്തിലാണ് വസിക്കുന്നത്. അപ്പോൾ ആ വസിക്കുന്ന അത്രയും കാലം നമ്മൾ ജഡത്തിന്റെ വീക്ക്നെസ്സിന് അധീനരായിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഏത് മൊമെന്റിലാണോ നമ്മൾ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ പറ്റുന്നത്, ആ മൊമെന്റ് മുതലേ നമ്മൾ ആത്മാവിനാൽ യഥാർത്ഥമായി ജഡത്തിന്റെ
പ്രവൃത്തികളെയോ പാപത്തിന്റെ പ്രമാണത്തെയോ ഓവർകം ചെയ്ത് നമ്മൾ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ പ്രാക്ടിക്കലായ നമുക്ക് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് വേണം. ഇങ്ങനെ പറഞ്ഞു പോയാൽ യഥാർത്ഥമായ കാര്യം നമുക്ക് മനസ്സിലാവില്ല, പിടുത്തം കിട്ടില്ല. നമുക്ക് യഥാർത്ഥമായി പിടുത്തം കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഇങ്ങനെ വിചാരിക്കുക, നമ്മൾ പലപ്പോഴും ഉപവാസത്തിൽ ഇരുന്നിട്ടുണ്ട്, പ്രാർത്ഥനയിൽ ഇരുന്നിട്ടുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിന്റെ യഥാർത്ഥമായ ആ ഒരു പാതയിൽ ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരുടെയും ജീവിതത്തിലുണ്ട്. പോയിന്റ്. അങ്ങനെ നല്ല ആത്മാവിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ആത്മാവിന്റെ നിറവിലും ആത്മാവിന്റെ ഒരുക്കത്തിലും പുതുക്കത്തിലും ഇരിക്കുന്ന നമ്മൾ പെട്ടെന്ന് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, കോപിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം കണ്ടാൽ നമ്മൾ ഉടനെ ചാടി പ്രതികരിക്കുന്നു. ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദ മൊമെന്റ് നമ്മൾ ഫയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ദ മൊമെന്റ് നമ്മൾ അവരെ വഴക്ക് പറയുന്നു, ചിലപ്പോൾ അടിക്കുന്നു, നമ്മൾക്ക് ദേഷ്യം വരുന്നു, നമ്മൾ കണ്ടമാനം ചീത്ത പറയുന്നു. അത് കുഞ്ഞുങ്ങൾ തന്നെ ആയിരിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം വന്നാലും മതി. അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ആ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതാണ് ശരിക്കും പറഞ്ഞ പൗലോസ് നമ്മൾ നേരത്തെ വായിച്ച റോമാലേഖനം 7-ാം അധ്യായത്തിൽ വായിച്ച അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പ്രമാണം, പാപത്തിന്റെ പ്രമാണം. അതായത് നമ്മൾ കാണുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അരിശം വരുന്നു, ചില കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നു, ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആകുമ്പോൾ നമ്മുടെ കൺട്രോൾ പോകുന്നു, നമ്മൾ പ്രത്യേകമായ രീതിയിൽ പ്രതികരിക്കുന്നു. അതായത് നല്ല ആത്മാവിൻ്റെ ഒരുക്കത്തിലും പുതുക്കത്തിലുമാണെങ്കിൽ പോലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അങ്ങനെ നമ്മൾ പ്രതികരിച്ചു പോകും. അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ച് അങ്ങനെയുള്ളൊരു സംഭവമുണ്ട്. ഇനി നമുക്ക് ഒരു മനുഷ്യൻ യഥാർത്ഥമായ ദൈവികമായ സിസ്റ്റത്തിൽ വരുന്ന ആ മൊമെന്റ് മുതലുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുകയും ദൈവത്തിന്റെ സന്നിധിയിൽ പാപക്ഷമ പ്രാപിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി നമ്മൾ ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടും പലപ്പോഴും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇത്രയും ഒരുക്കപ്പെട്ട് ഇത്രയും റെഡിയായതൊക്കെ മറന്നു പോകുന്ന പോലെ, എല്ലാം തകർന്നു പോകുന്ന പോലെ, ചിലപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പക്ക ജഡികരെ പോലെ നമ്മൾ പ്രവർത്തിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? അപ്പോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം? എന്താണ് അതിൻ്റെ സൊല്യൂഷൻ? ഇനി അതിനു മുമ്പേ ഒരു വ്യക്തി യഥാർത്ഥമായ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുന്ന ഒരു രീതി നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് ആ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് ഒന്ന് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പല പ്രാവശ്യം അത് എടുത്തതായതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ആ കാര്യം ഒന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലാണ് ഈ പത്രോസിനെ ദൈവം, യേശു ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പത്രോസിന് മാത്രമല്ല,
പാറ കഷ്ണമായിട്ട് വിളിച്ച ഏത് വ്യക്തിക്കും ബാധകമായ ഒരു കാര്യമാണ്. ഇൻ അതർ വേർഡ്സ്, പ്രിയ ദൈവമക്കളെ, യേശു യഥാർത്ഥ ദൈവമെന്ന്, ദൈവപുത്രനെന്ന് ബോധ്യമുള്ള ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ബാധകമായ വചനമാണ്. അത് കേവലം പത്രോസിന് മാത്രമല്ല. അങ്ങനെ ചിന്തിക്കരുത്. കാരണം യു ആർ പീറ്റർ എന്നും നീ പത്രോസ് ആകുന്നു എന്നും മലയാളത്തിൽ എഴുതിയിരിക്കുന്നതും യു ആർ പീറ്റർ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതും ഒക്കെ ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. യു ആർ പെട്ര, നീ പാറ കഷ്ണമാകുന്നു എന്നാണ് അവിടെ യഥാർത്ഥ ആശയം. ആമേൻ, ഹല്ലേലൂയ. പാറ കഷ്ണമാകുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും യേശു ദൈവമെന്ന് വിശ്വസിക്കുന്ന, ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, ആ റെവലേഷൻ തന്നത് നമ്മുടെ ബുദ്ധിപരമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല. സ്വർഗത്തിലെ ദൈവം നമുക്കത് വെളിപ്പെടുത്തിയ സത്യമാണ്. നമ്മുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന, ബുദ്ധിയിൽ ഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറമായി നമുക്ക് യഥാർത്ഥമായി വെളിപ്പെട്ട ഒരു സത്യമാണ് യേശു ദൈവപുത്രൻ എന്ന നമ്മുടെ രക്ഷകൻ എന്നുള്ള കാര്യം. അത് ആര് വിശ്വസിക്കുന്നോ അവർ മനസ്സിലാക്കേണ്ട കാര്യം അടുത്തത്, ഹല്ലേലൂയ, അത് വെറുതെ വെളിപ്പെടുത്തില്ല, വെറുതെ നമുക്ക് കൺവിൻസ് ആവില്ല. ജസ്റ്റ് ഒരു കഥ കേട്ടിട്ടോ അങ്ങനെ ആയിരിക്കുമെന്ന് ധരിക്കുന്ന വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത്. യഥാർത്ഥമായി യേശു ജീവിക്കുന്ന ദൈവമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന, അവൻ ഉറപ്പുള്ള, ശരിക്കും അവൻ ദൈവം തന്നെയാ എന്ന് വിശ്വസിക്കുന്ന ആളോടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവൻ ദൈവപുത്രനായിരിക്കും, കാരണം ബൈബിളിലൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ഈ പള്ളിയിലൊക്കെ കേൾക്കുന്നതല്ലേ, പല പ്രസംഗങ്ങളിലും കേൾക്കുന്നുവല്ലോ. ഒരുപക്ഷെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നവരോടല്ല ഞാൻ പറയുന്നത്. യേശു ജീവിക്കുന്ന ദൈവം തന്നെ, എൻ്റെ ദൈവം തന്നെ. അവൻ ജീവിക്കുന്ന ദൈവപുത്രനാ. അവൻ രക്ഷകനാണെന്ന് ഹൃദയത്തിൽ വിശ്വാസമുള്ള ഒരു പേഴ്സണൽ ബന്ധമുള്ള വ്യക്തി ജീവിതങ്ങളോടാണ് ഞാൻ പറയുന്നത്. അവർക്കാണ് ഈ മെസ്സേജ് ബാധകവും, അവർക്കത് മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഉള്ള റെവലേഷൻ പിതാവ് തന്നതാ. ഹല്ലേലൂയ. ആ റെവലേഷൻ കിട്ടിയ ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, ആ റെവലേഷൻ വെറുതെ തന്നതല്ല. ഓ ഹല്ലേലൂയ. റെവലേഷൻ കിട്ട ഓരോ വ്യക്തി ജീവിതവുമേ, ഹല്ലേലൂയ, അതെ, ആ യേശുവാകുന്ന പാറയോട് ചേർത്ത് പണിയപ്പെടേണ്ട കല്ല നിങ്ങൾ. ഓ ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ മെമ്പറാ നിങ്ങൾ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തില് ആമേൻ, ഹല്ലേലൂയ, ആ ദൈവത്തോട് ചേർന്ന് പണിയപ്പെടുന്ന ആ ചർച്ചിന്റെ മെമ്പേഴ്സാണ് നിങ്ങൾ. ഹല്ലേലൂയ. അത് നമ്മൾ യഥാർത്ഥമായി ഗ്രഹിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഈ പത്രോസിനോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പത്രോസ് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷേ പെർഫെക്റ്റ് അല്ലാത്ത പത്രോസിന് ആ മൊമെന്റ് മുതല് ദൈവം ചില കാര്യങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നു, ഏൽപ്പിക്കുന്നു. അത് നമുക്കും ബാധകമാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ പെർഫെക്ഷനിലല്ല, ദൈവത്തിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ആ വാക്യം മാത്രം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തില് 18-ാം വാക്യം മുതൽ താഴോട്ട്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എനിക്ക് അത് നീ പാറക്കഷ്ണമാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് വായിക്കാൻ ഇഷ്ടം. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് ഒക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്യാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അടുത്ത വാക്യം. ക്രിസ്ത്യൻ ലൈഫിലെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സത്യമാണിത്. യേശു ദൈവപുത്രൻ എന്ന് വെളിപ്പെട്ട സ്വർഗരാജ്യത്തിലെ സ്വർഗരാജ്യത്തിലെ പ്രവേശനമുള്ള ഒരു, സ്വർഗരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ട ഒരു കല്ലാണെന്ന് ബോധ്യമുള്ള ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യം, ഹല്ലേലൂയ, ഈ സ്വർഗരാജ്യത്തിൽ പോകണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടതിന് നിങ്ങൾ. കാരണം നിങ്ങൾക്കിപ്പോൾ ബോർഡിംഗ് പാസ് ഉണ്ട്. യു ഹാവ് ദ റൈറ്റ്, യു ഹാവ് എ പ്ലേസ് ദെയർ, യു ക്യാൻ കം ദെയർ. നിങ്ങൾക്ക് ഒരു താക്കോൽ യേശു തരുന്നു. ആ താക്കോൽ ഉപയോഗിച്ചാൽ നിങ്ങൾ അത് തുറന്ന് അങ്ങോട്ട് കയറി വരേണ്ടത്. ആമേൻ.
യേശു നിങ്ങളെ സഹായിക്കും. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ ഈ താക്കോലുള്ള കാര്യം മറക്കരുത്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ചില റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ചില പാപത്തിൻ്റെതായ കാര്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതല്ലാതെ തന്നെ ഒരു വ്യക്തി യഥാർത്ഥമായ ദൈവത്തിൻ്റെ രാജ്യത്തിലോട്ട് പോകണമെന്ന് അവൻ യഥാർത്ഥമായി യെസ് ആമേൻ ഹല്ലേലൂയ യേശു ദൈവപുത്രനെന്ന് അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ അവൻ ആ തീരുമാനം എടുത്ത സമയം മുതൽ ഒരുപക്ഷെ അതിന് മുമ്പേ മുതലെയോ അവന് തടസ്സങ്ങളുണ്ട്. കാരണം സ്വർഗരാജ്യത്തിൽ അവനെ പ്രവേശിക്കാതിരിപ്പാൻ സാത്താൻ്റെതായ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ആ കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമാണ്. നമുക്ക് ഈ കാര്യം മനസ്സിലായാൽ മാത്രം മതി. നമ്മൾ ആരാണ്, നമ്മുടെ അധികാരം എന്താണെന്ന് മനസ്സിലായാൽ മാത്രം മതി. സാത്താൻ ബൈ ഡീഫാൾട്ടായിട്ട് യെസ് ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ വഴികളെ ബ്ലോക്ക് ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾക്ക് യഥാർത്ഥമായി സ്വർഗരാജ്യത്തിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി പാതാള ഗോപുരം തുറന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചു തരും. സകല പാപത്തിൻ്റെയും സകല ലോകത്തിൻ്റെ മോഹങ്ങളും ഒക്കെ തുറന്ന് ആമേൻ പാതാള ഗോപുരങ്ങൾ, ആ പാതാള ഗേറ്റ്സ് ഓഫ് ഹേഡീസ്, പല ആമേൻ വാതിലുകൾ, പാപത്തിൻ്റെ വാതിലുകൾ, ആമേൻ ലോകത്തിൻ്റെ വാതിലുകൾ, മോഹത്തിൻ്റെ വാതിലുകൾ, ജഡത്തിൻ്റെ വാതിലുകൾ തുറന്ന് വെച്ച് തരും. ആ തുറന്നു വെച്ച് തന്നാലും ഓ ജീസസ് അതിനെ ശ്രദ്ധിക്കാതെ, അതിനെ ബ്ലോക്ക് ചെയ്ത് തുറക്കാൻ അനുവദിക്കാതെയോ അതിനെ പരിപൂർണമായി മാറ്റിക്കളഞ്ഞ് ആമേൻ ഓൾറെഡി സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതഴിച്ചു മാറ്റാനും ഇതുപോലെ സാത്താൻ നമ്മുടെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യം ചെയ്യാതിരിക്കാനും ആമേൻ ദൈവം നമുക്കൊരു താക്കോൽ നൽകിയിട്ടുണ്ട്. സാത്താനെ അനുവദിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വർഗീയ യാത്രയിൽ പ്രവർത്തിപ്പാൻ അവനെ അനുവദിക്കരുത്. സ്റ്റോപ്പ് ചെയ്യുക തന്നെ വേണം. ഇത് മസ്റ്റാണ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറയുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ ശരിക്കും പ്രേരിപ്പിക്കുന്നു. ഇത് കേവലം നമ്മുടെ ആത്മീയ കാര്യം മാത്രമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരു മനുഷ്യനെയും ആത്മീയമായ കാര്യത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ ഭാഷയെ പറഞ്ഞ പ്രാർത്ഥിക്കണം, വചനം ധ്യാനിക്കണം, പള്ളിയിൽ പോകണം, ഒരു മര്യാദയ്ക്കായിട്ടുള്ള ഒരു രീതിയായിട്ട് ജീവിക്കണം, എന്നിട്ട് നമ്മുടെ ജോലി കാര്യങ്ങൾ ചെയ്യണം. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ജോലിയോ കാര്യത്തിലോ ഒന്നും ദൈവത്തെ അടുപ്പിക്കുന്നില്ല. അത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഭൗതികമല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ദൈവം പക്ഷെ അങ്ങനെ അല്ലാട്ടോ പഠിപ്പിച്ചത്. നമ്മളൊരു ആടാ. ആടിന്റെ സകല ഇടപാടിന്റെ ഉത്തരവാദി ഇടയനാ. ഹല്ലേലൂയ. നമ്മൾ എന്ത് ജോലി ചെയ്യണം, എങ്ങനെ ഇൻവോൾവ് ചെയ്യണം, എന്തു ചെയ്യണം, നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ് അതെങ്ങനെ പ്രയോജനപ്പെടണമെന്ന് കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത്, കറക്റ്റായിട്ട് വരച്ച്, കറക്റ്റായിട്ട് യേശാമേൻ നമ്മളെ നടത്തുവാൻ പ്രാപ്തനായ ഒരാളാണ് യേശാമേൻ ഹല്ലേലൂയ എന്നെ വിളിച്ചിരിക്കുന്നത്. അവനാണ് എൻ്റെ പാറ. ഹല്ലേലൂയ. അവനാണ് ഹല്ലേലൂയ എന്നെ യഥാർത്ഥമായി ഹല്ലേലൂയ നടത്തേണ്ടുന്നവൻ. അവൻ്റെ ഇഷ്ടമാണ് ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ യേശാമേൻ ചില സന്ദർഭങ്ങളിൽ മാത്രം പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോകുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുകയും ബാക്കിയുള്ള സമയത്ത് പാപമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെതായ ഒരു പദ്ധതി അല്ലാതെ ലോകത്തിന്റെ പദ്ധതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായ സന്ധാരണത്തിനു വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ഇടപാടല്ല ക്രിസ്ത്യൻ ലൈഫ് എന്നാണ് എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ഞാൻ എന്ത് ജോലി ചെയ്യണം,
എന്തിൽ ഇൻവോൾവ് ചെയ്യണം. യെസ് ആമേൻ. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കേട്ടതുപോലെ കാക്കയെ കൊണ്ട് യെസ് ആമേൻ. ഹല്ലേലൂയ. എലിയാവിനെ പോറ്റുവാൻ യെസ് ഹല്ലേലൂയ ദൈവത്തിന് പറ്റുമെങ്കിൽ ആമേൻ, നമ്മുടെ സകലവിധമായ ഭൗതിക കാര്യങ്ങളും അവനെ സംബന്ധിച്ച് അത് ഒരു സിമ്പിളാണ്. ഞങ്ങളത് കുറച്ചുകൂടെ വ്യക്തമായി നമുക്കത് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രാക്ടിക്കൽ ഭൗതികമായ കാര്യത്തിൻ്റെ ആ സംഭവത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് ഞാൻ തിരിച്ച് ഈ ഒരു കാര്യങ്ങളിലോട്ട് വരാം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ ദൈവം ചില ഒരു ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആശയമാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. 14-ാം വാക്യം മുതൽ ഞാൻ ഫാസ്റ്റായിട്ട് വായിക്കാം. ഫാസ്റ്റായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. ആമേൻ. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു രീതി കണ്ടില്ലേ? ആമേൻ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുവന് 5, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ മനുഷ്യനെയും ഒരേപോലെ അല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യൻ്റെ എബിലിറ്റി, ക്വാളിറ്റി ഒന്നുമല്ല, ഒരേ സെയിം അല്ല, വ്യത്യാസമുണ്ട്. ഇവിടെ വ്യക്തമായിട്ടുള്ള കാര്യം എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാപ്തി പോലെയാ അവൻ തന്നിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ദൈവം നിങ്ങളെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുക. വെറുതെ അല്ല തന്നേക്കുന്നത്. യു ഹാവ് ദ എബിലിറ്റി ടു എക്സിക്യൂട്ട് ഇറ്റ്. ഇഫ് യു ഫീൽ ദാറ്റ് യു ഡോണ്ട് ഹാവ്, ഡോണ്ട് വറി, നോ പ്രോബ്ലം. ജസ്റ്റ് ആസ് ഗോഡ് എനിക്ക് ആ എബിലിറ്റി തന്നേ പറ്റൂ, എനിക്ക് ആ പ്രാപ്തി തന്നേ പറ്റൂ. ഹല്ലേലൂയ. യെസ്, അവൻ തരും. യെസ് ആമേൻ. ഹല്ലേലൂയ. അവൻ തന്നിരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യെസ് ആമേൻ. ഞാൻ വേഗം ആ ഭാഗത്തു നിന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ യെസ് ആമേൻ. ഹല്ലേലൂയ. ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച ദൈവജനമേ, ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ച ദൈവജനമേ, നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട്. പ്രാപ്തി ഇല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കുക, എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഹല്ലേലൂയ. അതിന് ദൈവത്തിന് ഒരു പ്രശ്നമില്ല തരാൻ. ഹല്ലേലൂയ. അത് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ബുദ്ധി കുറവാണെങ്കിൽ ചോദിക്കട്ടെ. ഹല്ലേലൂയ. അവൻ ധാരാളമായി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യെസ് ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രാപ്തി ഇല്ല എന്നുള്ളൊരു സംഭവം പറയില്ല. യെസ് ഹല്ലേലൂയ. കിട്ടിയിട്ടുണ്ടോ? യെസ് ആമേൻ. ഹല്ലേലൂയ. ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കും. പലപ്പോഴും നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ, ഓരോ ഉത്തരവാദിത്തങ്ങൾ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് യഥാർത്ഥമായി യൂട്ടിലൈസ് ചെയ്ത് അതിനെ പല മടങ്ങുകളായിട്ട് യെസ് ആമേൻ. ഹല്ലേലൂയ. അതിനെ വ്യാപാരം ചെയ്യേണ്ടവരാണ് നമ്മൾ. ആമേൻ. അത് ചെയ്തില്ലെങ്കിൽ അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷമാണ്. ആ അനുഗ്രഹം ചിലപ്പോൾ നമുക്ക് വലിയ നമ്മുടെ നിത്യജീവനെ വരെ ത്രട്ടൻ ചെയ്യുന്ന ഒരു കാര്യമായി തീരും. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കണം. ഇത് ഭൗതികമായ കാര്യം തന്നെയാണ് ആമേൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് പറയുവാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഇവിടെ പെട്ടെന്ന് നമുക്ക് വായിക്കാം. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവന് പോയി നിലത്ത് കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്കെ വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവം തന്നത് അറ്റ്ലീസ്റ്റ് ഒരു 100% അത്രയും തന്നെയെങ്കിലും നമ്മൾ ഉണ്ടാകണം. ഹല്ലേലൂയ. ഓ ജീസസ്. അതിന് യജമാനൻ, നല്ലവൻ വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നീ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ എഴുതിയേക്കണേ യജമാനന്റെ സന്തോഷം, അത് യഥാർത്ഥമായി ഒരു നിത്യജീവനുമായിട്ട് യഥാർത്ഥമായ സന്തോഷത്തിലോട്ട് പ്രവേശിക്കുക എന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ്.
അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് കേവലം ഈ ഭൂമിയിൽ മാത്രം വെച്ച് തീർക്കുന്ന ഇടപാടല്ല. പകരം ഹല്ലേലൂയ, അത് നമ്മുടെ നിത്യജീവനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ദൈവം നമ്മളെ താലന്ത് ഏൽപ്പിച്ചിട്ട് വ്യാപാരം ചെയ്തിട്ട് അതിനെ യെസ് ആമേൻ ഹല്ലേലൂയ യെസ് ആ 30, 60, 100 മേനിയായിട്ട് വിളിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആമേൻ. അതിൽ മിസ്റ്റേക്ക് പോയാൽ പോലും നമുക്ക് നിത്യജീവൻ പ്രശ്നമുണ്ട് എന്നാണ് ഈ വചനങ്ങളിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇനി 2 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു യജമാനനെ 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നീ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. സെയിം രീതിയിൽ എഴുതിയേക്കണേ. അവനും കിട്ടും സ്വർഗം, അവനും കിട്ടും സ്വർഗം. ഹല്ലേലൂയ. ഇനി 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് മറച്ചു വെച്ചു, നിന്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനും ആയ ദാസനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിഞ്ഞുവല്ലോ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇത് വളരെ ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അവൻ അറ്റ്ലീസ്റ്റ് അത് കുഴിച്ചു വെച്ചിട്ട് അത്രയും തന്നെ കൊടുത്തിട്ട് അവന്റെ അവസ്ഥ, അല്ലെങ്കിൽ അവന് കിട്ടിയത് നരകമാണ്. കാരണം അടുത്ത വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. എഗെയിൻ ഇവിടെ യേശു പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒരു സ്പിരിച്വൽ സാധനമല്ല. പൊൻവാണിഭക്കാർക്ക് ബിസിനസ് ചെയ്തിട്ട് അവരിൽ നിന്ന് പോലും നമുക്ക് കിട്ടാവുന്ന ഒരു ഭൗതികമായ ഉത്തരവാദിത്തം തന്നെയാണ് ഇവിടെ. പലിശയുടെ കാര്യമൊക്കെയാണ് ഇവിടെ പറയണത്. അപ്പോ നമ്മളെ ഏൽപ്പിച്ച എന്ത് താലന്തോ എന്ത് ഉത്തരവാദിത്വമാണെങ്കിലും പ്രിയ ദൈവമക്കളെ, അത് നിത്യജീവനെ യെസ് ആമേൻ ഹല്ലേലൂയ ബാധകമാണ്. നിത്യജീവനിൽ കൂടെ കണക്ട് ചെയ്യപ്പെട്ട ഒരു കാര്യമെന്ന് ഹല്ലേലൂയ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് യെസ് ആമേൻ, നിനക്കത് വേണമെങ്കിൽ വല്ല പൊൻപാണിയോക്കാരെ ഏൽപ്പിച്ചാൽ പോരുന്ന, അവരത് ഡീൽ ചെയ്തേനെ, അവര് ഇതിൽ കൂടുതൽ ചെയ്തു തന്നേനെ എന്ന് ഇവിടെ പറയുകയും ഹല്ലേലൂയ. അതിനുശേഷം എന്താണ് എഴുതിയേക്കുന്നത്? ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ, അങ്ങനെ ഉള്ളവൻ അവന് ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും, ഇല്ലാത്തവനോട് ഉള്ളതും കൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആമേൻ. അപ്പൊ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്ന സ്ഥലം ബൈബിൾ അനുസരിച്ച് അത് സാത്താന് വെച്ചേക്കുന്ന സ്ഥലമാണ്. അത് കേവലം ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇവര് കാരാഗൃഹത്തിലോ തടവിലോ അങ്ങനെ ആക്കുമെന്നൊന്നുമല്ല എഴുതിയത്. കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്ത്, അതായത് നിത്യജീവൻ യസാമൻ കിട്ടേണ്ട സ്ഥാനത്ത് നിത്യനാശത്തിലോട്ട് എൻഡപ്പ് ചെയ്യാൻ യസാമൻ നമ്മളെ ഏൽപ്പിച്ച ഭൗതിക ഉത്തരവാദിത്തത്തിലെ ലേസിനെസ് കാരണമാകും. ഇവിടെ അവൻ അങ്ങനെ ആവാൻ കാരണം എന്താ? ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. 26-ാം വാക്യത്തില്, ദുഷ്ടനും മടിയനും ആയ ദാസനെ, യു വിക്കഡ് ലേസി സ്ലേവ്. ഞാൻ അതിൻ്റെ ഹല്ലേലൂയ ഗ്രീക്ക് പദങ്ങളൊന്ന് പോയി നോക്കിയായിരുന്നു അതിൻ്റെ യഥാർത്ഥമായ ആശയത്തിൽ. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈവിളിൽ ഈവിൾ ഡ്രിവൺ ആണെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ഭൗതിക കാര്യം പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാൻ പറ്റും 15-ാം അധ്യായത്തിൽ. ആമേൻ. നമ്മൾ ഈവിൾ ഡ്രിവൺ അല്ല ആകേണ്ടത്. ഈ വിക്കഡായിട്ട് ഈവിൾ ഡ്രിവൺ ആകുന്ന ആ ഒരു അർത്ഥമാണ് വിക്കഡ് എന്നുള്ള ആ ഒരു പദത്തിൽ അതിൻ്റെ യഥാർത്ഥമായ ഗ്രീക്ക് പദത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ ലേസി എന്നുള്ള ആ പദത്തിൽ കാര്യങ്ങൾ ഡിലേ ചെയ്യിപ്പിക്കുന്നവൻ, ഡിലേ ചെയ്യിപ്പിക്കുന്ന ഒരു അർത്ഥമാണ് എഴുതിയത്. ഡിലേ ചെയ്യിപ്പിക്കുന്നവൻ.
കാര്യങ്ങളെ ഡിലേ ചെയ്യിപ്പിക്കുക, കാര്യങ്ങളെ താമസിപ്പിക്കുന്നവൻ എന്നാണ് ആ വാക്കിനർത്ഥം. അതപ്പോ ഇവന്റെ പ്രശ്നം എന്താ? ഒന്ന് സാത്താനികമായ പ്രശ്നം, സാത്താനികമായ കാര്യം, സാത്താനികമായ അറ്റാക്ക്. മറ്റുള്ള പ്രശ്നം എന്താ? ഹല്ലേലൂയ, മടി, അല്ലെങ്കിൽ കാര്യങ്ങളെ ചെയ്യേണ്ടവണ്ണം ചെയ്യാതെ ഡിലേ ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥ. അവൻ എന്നിട്ട് എന്ത് സംഭവിച്ചു? അവന് കിട്ടിയത് നിത്യനരകം. അവനും ദൈവത്തിൽ നിന്ന് ചില താലന്തുകൾ, അനുഗ്രഹം കിട്ടി. പക്ഷേ അവനത് വ്യാപാരം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ആശയം നേരെ ഹല്ലേലൂയ മത്തായി സുവിശേഷം നമ്മൾ നേരത്തെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഭാഗത്തിലോട്ട് ഞാൻ കണക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവിടെ എന്താണ് പറഞ്ഞത്? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ഇവിടെ ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ, ഈ ഒരു വാക്യം ഹല്ലേലൂയ ഈ പറഞ്ഞ മത്തായി സുവിശേഷം 25 കണക്ട് ചെയ്യുമ്പോൾ ഹല്ലേലൂയ, പ്രിയ ദൈവ പൈതലേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതവുമേ ഹല്ലേലൂയ, ഇത് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, നിന്നെ ഒരു താലന്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു പക്ഷെ ചിന്തിക്കുന്നത് ജസ്റ്റ് ഭൗതികമായ കാര്യമല്ലേ? അല്ല, നിന്റെ നിത്യജീവനുമായി കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ. പലപ്പോഴും ആ നിത്യജീവന്റെ കാര്യത്തിലോട്ട് നിന്നെ വിടാതിരിപ്പാൻ, അല്ലെങ്കിൽ അതിന്റെ ആ വഴിയിൽ തടസ്സമായിട്ട് ദുഷ്ടപിശാചുണ്ടെങ്കിൽ നീ നിന്റെ താക്കോൽ ഉപയോഗിച്ച്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് ചിന്തിക്കുന്നത് നിന്റെ സ്വർഗത്തിന്റെ കാര്യമായി, നിന്റെ നിത്യജീവന്റെ കാര്യമായി. യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനത്തെ അഴിച്ചു മാറ്റുക. ഹല്ലേലൂയ. അതുപോലെ ദുഷ്ടപിശാച് തടസ്സപ്പെടുത്താൻ വേണ്ടി അവനെ തുറന്നു വിടല്ലേ, അവനെ പിടിച്ചു കെട്ടുക. ഹല്ലേലൂയ, ബലവാനെ പിടിച്ചു കെട്ടിട്ട് അവന്റെ കവർച്ചയെടുക്കുക. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സത്യമാണ്. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ, നമ്മളെ ഏൽപ്പിച്ച ഭൗതികമായ ഉത്തരവാദിത്തങ്ങൾ, നമ്മളെ ഏൽപ്പിച്ച കുടുംബം, നമ്മളെ ഏൽപ്പിച്ച ഹല്ലേലൂയ ഓരോ ഉത്തരവാദിത്തമായിക്കൂടെ, നമ്മളെ ഏൽപ്പിച്ച ബിസിനസ്, നമ്മളെ ഏൽപ്പിച്ച ജോലി, നമ്മളെ ഏൽപ്പിച്ച എന്ത്, സഭ, നമ്മളെ ഏൽപ്പിച്ച ഹല്ലേലൂയ കൂട്ടായ്മ, നമ്മളെ ഏൽപ്പിച്ച ഹല്ലേലൂയ ഓരോ കാര്യവും ഹല്ലേലൂയ, ഈ ഒരു കാര്യത്തിൽ ഹല്ലേലൂയ, don't think this is something else. No, it is connected with your eternal life. Hallelujah. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അവിടെ നമ്മൾ ഹല്ലേലൂയ ശ്രദ്ധിക്കണമേ. സാത്താനിക്ക് നമുക്കിതൊന്നും അറിയില്ലെങ്കിൽ സാത്താൻ ഇതറിയാം. നിന്നെ ഹല്ലേലൂയ ഈ കാര്യത്തിൽ പരാജയപ്പെടുത്തിയാൽ നിന്റെ നിത്യജീവൻ പോകുമെന്ന് സാത്താൻ അറിയാം. ഹല്ലേലൂയ. അപ്പോൾ സാത്താൻ എന്ത് ചെയ്യും? അവൻ ഹല്ലേലൂയ എന്താണ് ചെയ്യുന്നത്? അവൻ തടസ്സമിടും. അല്ലെങ്കിൽ അവൻ നിന്റെ പ്രവൃത്തിയെ തടസ്സം വെക്കാൻ നോക്കും. ഹല്ലേലൂയ. അപ്പൊ നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഒന്നാമത് ഈ കാര്യത്തെക്കുറിച്ച് അറിവ് വേണം. ഹല്ലേലൂയ. താക്കോൽ വെച്ച് അന്ധകാര ശക്തികളെ പരിപൂർണമായി നിന്റെ പ്രതലത്തിൽ, നിന്റെ മണ്ഡലങ്ങളിൽ, നിന്റെ ഉത്തരവാദിത്ത മേഖലയിൽ, നിന്റെ ജോലിക്കാരിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ സഭയിൽ, നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ, നിന്റെ ഉത്തരവാദിത്ത മേഖലയിൽ, നിന്റെ കുടുംബത്തിൽ ഒരു അന്ധകാര ശക്തി കടക്കാതെ വേണം ബ്ലോക്ക് ചെയ്തോണം ഓരോ ദിവസവും. ആ ദുഷ്ടപിശാചിനെ പുറത്താക്കിയേക്കണം. ഹല്ലേലൂയ. ഇനി ഏതെങ്കിലും ദുഷ്ടപിശാച് നിന്റെ ഏതെങ്കിലും മണ്ഡലത്തിലെയോ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളിലോ നിന്റെ ഉത്തരവാദിത്ത മണ്ഡലങ്ങളിൽ ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ യേശുവിന്റെ നാമം നിന്റെ താക്കോലുണ്ട്. പത്രോസത്തെ പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല താക്കോൽ തന്നത്. ഇത് നമ്മുടെ ഒരു അധികാരമാണ്. ഈ ഒരു റിയലൈസേഷൻ ഉണ്ടെങ്കിൽ അധികാരം ഉപയോഗിക്കുക, താക്കോൽ ഉപയോഗിക്കുക, അന്ധകാര ശക്തികൾ അഴിച്ചു മാറ്റ്. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ ദൈവത്തിനൊരു ഫ്രീഡം കൊടുക്കുക, ദൈവത്തിന്റെ കരത്തിലോട്ട് ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുക. അവനത് കറക്റ്റായിട്ട് തരും. നിങ്ങൾക്ക് ബുദ്ധിയില്ലെങ്കിൽ, ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ അപ്പനോട് ചോദിക്കുക. ഏറ്റവും ബുദ്ധി പറഞ്ഞു തരുന്ന നമ്മുടെ വിചാരങ്ങളല്ല അവന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല അവന്റെ വഴി. അവൻ അത് പറഞ്ഞു തരും. നടക്കേണ്ടുന്ന വഴി കാണിച്ചു നൽകും. ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ക്രിസ്ത്യൻ ലൈഫിലെ ഒരു പോക്ക് ഇത് ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ. അപ്പോൾ ദുഷ്ടപിശാച് അത് പല രീതിയിൽ അവൻ തടസ്സമിടാൻ ശ്രമിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്ത മണ്ഡലങ്ങളിലെ വീഴ്ചയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിത്യജീവൻ ത്രട്ടാണ്. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഹല്ലേലൂയ ഇപ്പോൾ ഒരു കാര്യം കണ്ടു. പുറമേ നിന്ന്, അതായത് ഒരാൾ യഥാർത്ഥമായ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നു, യേശു ദൈവപുത്രൻ നാമെന്ന് മനസ്സിലാവുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, അവൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവനെ ഇതുപോലത്തെ അവന്റെ വഴി തടസ്സം ചെയ്യാൻ,
അവനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് പ്രവൃത്തി ലഭിക്കാതിരിപ്പാൻ ദുഷ്ടപിശാച് പല കാര്യങ്ങളും ചെയ്യും. അതിനെന്ത് അവൻ ചെയ്യും? അവൻ അവിടൊക്കെ പ്രവർത്തിക്കാൻ നോക്കും. അവനിങ്ങനെ ഇറങ്ങി വരും. പക്ഷേ താക്കോലുള്ളവൻ, ഇതറിയാവുന്നവൻ ആ ദുഷ്ടനെ സ്റ്റോപ്പ് ചെയ്തോണം. ഹല്ലേലൂയ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദുഷ്ടങ്ങളിൽ കൊടുക്കാതിരിപ്പാൻ പ്രാർത്ഥിക്കണം. അന്ധകാര ശക്തികളെ പൂട്ടണം. ചിലപ്പോൾ നമുക്കിത് നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് അപ്പുറമാണെങ്കിൽ 35 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവം ആ കാര്യം ഡീൽ ചെയ്തു തരും. ഹല്ലേലൂയ. പക്ഷേ മേക്ക് ഷുവർ സാത്താൻ നമ്മുടെ മണ്ഡലങ്ങളിൽ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടാവരുത്. അവൻ നമ്മളെ തടസ്സം ചെയ്യാൻ ഉണ്ടാവരുത്. അവനെ സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വല്ല എക്സെപ്ഷണൽ കേസ് ഞാൻ നേരത്തെയൊക്കെ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പരീക്ഷണത്തിൻ്റെയോ പരീക്ഷയുടെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ദൈവം ചില സമയങ്ങളിൽ മാത്രം സാത്താനെ ചിലപ്പോൾ ഒന്ന് തുറന്നു വിടും. പക്ഷേ അത് ചില സമയങ്ങളിൽ മാത്രമാണ്. പക്ഷേ മെജോറിറ്റി ഓഫ് ടൈം സാത്താനെ ബന്ധിച്ചിരിക്കണം. സാത്താൻ നമ്മുടെ ആക്ടിവിറ്റിയിലൊന്നും ഒരു ഇടപാടും ചെയ്യാൻ പാടില്ല. പക്ഷേ അതിന് നമ്മൾ ഈവിളായാൽ പറ്റില്ല, വിക്കഡായാൽ പറ്റത്തില്ല, ലേസിയായാൽ പറ്റത്തില്ല. നമ്മൾ ദൈവവുമായിട്ടുള്ള റിലേഷനിൽ, ദൈവവുമായിട്ടുള്ള സിസ്റ്റത്തിൽ തന്നെയായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് അല്ലെങ്കിൽ പഠിച്ചത് നമ്മൾക്ക് പുറമേ നിന്നുള്ള ഒരു അറ്റാക്ക്. അപ്പോൾ നമ്മൾ ഈ ബൈബിൾ സ്റ്റഡി തുടങ്ങിയ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന അറ്റാക്ക്. അപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യം അത് വേറൊരു ആസ്പെക്റ്റിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുക, അതെ ഈ കാര്യം ഒരുവന് ശരിക്കും അറിയാം. അതായത് സാത്താൻ നമ്മുടെ പ്രവൃത്തിയെ തടസ്സം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ താക്കോൽ ഉപയോഗിക്കും. ദുഷ്ടനെ പിടിച്ച പിടിയ അല്ലെങ്കിൽ ദുഷ്ടനെ കെട്ടേണ്ടിടത്ത് കെട്ടി നിർത്തി അവനെ അഴിക്കേണ്ടിടത്ത് അഴിച്ചു കളഞ്ഞ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ കൂടിയും ഹല്ലേലൂയ, പത്രോസ് നമുക്കറിയാം യേശുവിന്റെ ശിഷ്യന്മാരിൽ വളരെ ഇമോഷണലി പ്രതികരിക്കുന്ന വ്യക്തിയാണ്. ആ ഇമോഷണലി ഉള്ള പ്രതികരണമൊന്നും പത്രോസിനെ സഹായിച്ചിട്ടില്ല. പകരം അവനെ കുഴപ്പത്തിൽ ചാടിച്ചിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശുവിനെ പിടിക്കാൻ വന്ന ചേവകനെ വാൾ കൊണ്ട് വെട്ടി. യേശുവിൻ്റെ മറ്റുള്ള ശിഷ്യന്മാരെയും കൂടെ പിന്മാറ്റത്തിലോട്ട് വലിച്ചുകൊണ്ട് പോയി മീൻ പിടിക്കാൻ പോയി. ഞാൻ മരിച്ചാലും നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ. അങ്ങനെ പല കാര്യങ്ങൾ പത്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പത്രോസിന്റെ ഉള്ളിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന കാര്യം. അതാണ് ഞാൻ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ സാത്താനെ നിലയ്ക്ക് നിർത്താൻ അറിയാവുന്നവനാണെങ്കിൽ കൂടി അടുത്ത കാര്യം ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത്, ഒരു ക്രിസ്ത്യൻ, ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ കാര്യം വരുന്നത്? പ്രിയ മക്കളെ, യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുവൻ അവന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുർനിക്ഷേപത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നമ്മളെ കോപിപ്പിക്കുവാൻ സാത്താൻ കോപത്തിന്റെ ദുർനിക്ഷേപം ഇട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കുവാൻ ചില ടെംപ്റ്റേഷൻ്റെതായ ദുർനിക്ഷേപങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ, സെക്ഷൽ ഇമ്മോറാലിറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ, ബോഷ്ക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങളോട് അഡിക്ഷനോ വിഗ്രഹങ്ങളോ ഇട്ടിട്ടുണ്ടെങ്കിൽ, അതിനനുകൂലമായൊരു സാഹചര്യം കണ്ടാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പെട്ടെന്ന് അതിന് വിധേയപ്പെടുന്ന, അല്ലെങ്കിൽ അതിലോട് ഒരു അട്രാക്ഷൻ തോന്നുന്ന, അല്ലെങ്കിൽ അത്രയും നമ്മൾ ആത്മീയമായി റെഡിയാക്കി വെച്ചൊക്കെ തകരുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അല്ലേ?
അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹല്ലേലൂയ. ആ യേശു പഠിപ്പിച്ച നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അവിശ്വാസമാകുന്ന ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങാൻ പറഞ്ഞാൽ നീങ്ങും. പ്രിയ ദൈവമക്കളെ, അവിടുത്തെ മല അവിശ്വാസമാകുന്ന മലയാണ്. ഞാൻ ഇതിനു മുമ്പൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഹൃദയത്തിലെ ഈവിൽ ഡെപ്പോസിഷന് നമ്മൾ പലപ്പോഴും ഇമോഷനായിട്ടും അല്ലെങ്കിൽ സ്വഭാവമായിട്ടൊക്കെ തെറ്റിദ്ധരിക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ഇന്ന് തുടങ്ങിയത് റോമാലേഖനത്തിൽ നിന്നാണ്. പൗലോസ് തന്നെ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഈ ഇമോഷനൊക്കെ അല്ലെങ്കിൽ ഈ ജഡികമായ പല റിഫ്ലക്ഷനും അതനുസരിച്ച് ചെയ്യുന്ന ആ കാര്യം അത് അത് സ്വഭാവമല്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇരുന്ന് മരണത്തിന് കാരണമാകുകയുള്ളൂ. കാരണം ഇവിടെ പൗലോസ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ഇങ്ങനത്തെ സ്വഭാവം മരണകാരണമാണ്, മരണത്തിന് അധീനമായ ഒരു ശരീരമാണ്. അപ്പൊ യേശു എന്താണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഇവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാകും. ഹല്ലേലൂയ. ഞാൻ വേഗം തന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. യെസ്, ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. 8-ാം അധ്യായം 2-ാം വാക്യം റോമാലേഖനം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹ്യൂമൻ സിസ്റ്റം വളരെ ഡീപ്പും വളരെ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചതനുസരിച്ച് പ്രാക്ടിക്കലാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ പൗലോസ് എഴുതിയിരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ നമ്മൾ നമ്മുടെ ഈ ജഡത്തിന്റെ പ്രമാണത്തെ ഓവർകം ചെയ്യേണ്ടതുണ്ട്. ആ ലെവലിൽ നമ്മുടെ ആത്മാവ് വർദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ആത്മാവിനെ യേശുവിൻ്റെ ഏൽപ്പിച്ചിട്ട് യേശുവിനാൽ നിയന്ത്രിക്കപ്പെടാൻ നമ്മൾ യഥാർത്ഥമായി വിധേയപ്പെടുകയും അതേപോലെ തന്നെ നമ്മുടെ ദുർനിക്ഷേപങ്ങളെ അതിനെ മെതിച്ച് പൊടിച്ച് പതിരാക്കി പാറ്റി പുറത്താക്കുന്ന ആ ദുർനിക്ഷേപം കളയുന്ന വിധം ഞാൻ ഒരു പക്ഷേ അടുത്ത വല്ല ക്ലാസ്സിൽ എടുക്കാം, ദൈവം അനുവദിച്ചാൽ. ഹല്ലേലൂയ. പക്ഷേ ഒരു ഫാക്റ്റാണ്, ഒന്ന് താക്കോൽ ഉപയോഗിക്കില്ല, 2 ദുർനിക്ഷേപം മാറ്റില്ല, മസ്റ്റാണ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഹല്ലേലൂയ ആത്മാവിൻ്റെ പ്രമാണത്തിൽ നടക്കേണ്ടതാണ്. അതാണ് യെഹെസ്കേലിൻ്റെ ആ 36-ാം അധ്യായത്തിൽ നമ്മൾക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ആ യഥാർത്ഥമായ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്ന ആ പ്രമാണത്തിലാണ് ഹല്ലേലൂയ നമുക്ക് യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനങ്ങളെ നമുക്ക് ഒബേ ചെയ്യുവാൻ പറ്റുന്നത്. ഹല്ലേലൂയ. യെഹെസ്കേലിൻ്റെ പുസ്തകം 36-26 മുതൽ താഴോട്ട്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായൊരു ഹൃദയം തരും. ഇത് ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ജീവനുള്ളപ്പോൾ മനുഷ്യനായിരിക്കുമ്പോൾ മരിച്ചിട്ടല്ല, സംഭവിക്കേണ്ട കാര്യമാ. നമ്മുടെ ഹൃദയത്തിന്റെ കല്ലുകൾ മാറണം, മലകൾ മാറണം, അത് തകർന്ന് നീങ്ങി പോകണം. അതിനുവേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ ഉപയോഗിക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ദുർനിക്ഷേപത്തെ മെതിച്ച് പൊടിച്ച് പതിരാക്കി പാറ്റി പുറത്ത് കളയുന്നത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കുറച്ചു മുമ്പ് പറഞ്ഞാൽ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നത് എൻ്റെ ദേഷ്യം യേശുവിന്റെ നാമത്തിൽ മാറ്റിക്കളയുന്നു. എൻ്റെ ഹല്ലേലൂയ കെട്ടാനും അഴിപ്പാനും അധികാരം തന്നിട്ടുണ്ട്, യൂസ് ഇറ്റ്. ഹല്ലേലൂയ. അത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്, ഹൃദയത്തിനകത്ത് തന്നെ ചില കാര്യങ്ങൾ അഴിച്ചു മാറ്റേണ്ടതുണ്ടാവും. മലകളെ മാറ്റിക്കളയേണ്ടതുണ്ടാവും. യൂസ് ഇറ്റ്. ഹല്ലേലൂയ. അത് ചെയ്യണം. പക്ഷെ അതിനൊരു സ്ട്രാറ്റജി അതിനകത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്, ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അത് ചുമ്മാ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചിന്തിച്ചാലോ അല്ലെങ്കിൽ മനസ്സിലാകുന്ന കാര്യമല്ല, ഡീപ്പായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഞാൻ അതിനകത്ത് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞു തരാം. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും. വചനം വളരെ കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ആ കല്ലുകൾ മാറി ദൈവം പുതിയൊരു ഹൃദയം വെച്ച് തരും.
അതും ആത്മാവിലാണ് നടക്കുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കി നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കും. ആ സമയത്ത് മാത്രം നമ്മൾ യഥാർത്ഥമായി ഈ റോമാലേഖനത്തിൽ തന്നെ പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അടുത്ത വാക്യങ്ങൾ റോമാലേഖനം 8ന്റെ 4-ാം വാക്യത്തിൽ ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പൊ ന്യായപ്രമാണത്തിൻ്റെ നീതി അറിയാലോ. അത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന സിസ്റ്റം ഇവിടെ ഈ എസ്കേൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ ദൈവം തന്നെ പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും. അല്ലേ പ്രിയ ദൈവമക്കളെ, ഒരു പുതിയ ഹൃദയമില്ലാതെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രമാണമില്ലാതെ ഒരു മനുഷ്യനും ദൈവത്തെ ഒബേ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി ലഭിക്കുന്ന, ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സത്യമാണിത്. വചനം അറിയാത്തത് കൊണ്ട് തന്നെ ചില ആൾക്കാർ അവർക്ക് അവരുടേതായ രീതിയിൽ ചില ഫോർമുലയും ചില ഈ മാനുഷികമായ ചില വല്ല ഇതുങ്ങളും, അല്ലെങ്കിൽ പിന്നെ ഇത് പലരും ഇങ്ങനെ പറഞ്ഞിട്ടില്ലോ, നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല, നമുക്ക് യേശുവിനെ പോലും ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് മനുഷ്യനാകുമ്പോൾ കുറച്ച് മിസ്റ്റേക്കും. എൻ്റെ പൊന്നു സുഹൃത്തെ, താങ്കൾക്ക് വചനം അറിയില്ലാത്തതുകൊണ്ടാണ്. വചനം ഡീപ്പായിട്ട് പഠിക്കൂ. യഥാർത്ഥമായ ആത്മാവിൻ്റെ പ്രമാണത്തിൽ നടക്കാൻ പറ്റും. ജഡത്തിൻ്റെതായ പ്രമാണത്തെ മാറ്റി ആത്മാവിൻ്റെ പ്രമാണത്തിൽ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ജീവിക്കാൻ പറ്റും. ആ വചനമാ ഞാൻ ഇന്ന് ഹല്ലേലൂയ പ്രിയ ദൈവമക്കൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഈ വചനം ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളോട് ശക്തമായി ഇടപെട്ട് നമ്മളെ ആ കറക്റ്റായി വഴി നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.